Welcome to Pebbles Spoken English Class. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഒരു ഫ്രൂട്ട്സ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് നമുക്ക് കുറേ ഫ്രൂട്ട്സ് അറിയാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാട്ട് ആർ ദ ഫ്രൂട്ട്സ് യു നോ? ക്യാൻ യു ടെൽ മീ ദ നെയിംസ് ഓഫ് സം ഫ്രൂട്ട്സ്? ആരെങ്കിലും ചോദിക്കുമ്പോൾ വാട്ട് ആർ ദ നെയിംസ് ഓഫ് ഫ്രൂട്ട്സ് യു നോ? നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് അറിയാം? ആപ്പിൾ, പൈനാപ്പിൾ, orange, watermelon, banana. So these are the some fruits what we know. Some people ചിലർക്ക് ഗ്രേപ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ക്യാൻ യു ടെൽ മീ, നമ്മൾ ഇംഗ്ലീഷിൽ ക്യാൻ യു ടെൽ മീ എനി 5 ഫ്രൂട്ട്സ് എന്ന് ഞാൻ ചോദിച്ചാൽ വാട്ട് വിൽ യു സേ? ക്യാൻ യു ടെൽ മീ എനി നെയിംസ് ഓഫ് 5 ഫ്രൂട്ട്സ്? ഏതെങ്കിലും 5 ഫ്രൂട്ട്സിൻ്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കും? ക്യാൻ യു ടെൽ മീ എനി നെയിം ഓഫ് എനി 5 ഫ്രൂട്ട്സ്? അപ്പോൾ ആപ്പിൾ, പൈനാപ്പിൾ, ബനാന, വാട്ടർമെലൻ ആൻഡ് ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പറ്റി നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ നെയിംസ് ഓഫ് ഫ്രൂട്ട്സ് നമ്മൾ എന്താ പറയുക? നെയിംസ് ഓഫ് ഫ്രൂട്ട്സ് വെൻ സംബഡി ഈസ് ആസ്കിങ് നമുക്കത് ഇങ്ങനെ പറയാം. അപ്പോൾ ഈ ഓരോരോ ഫ്രൂട്ടിനെ പറ്റിയിട്ട് നമുക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു തരാം. ഒരു ആപ്പിളിനെ പറ്റിയിട്ട് നമുക്ക് എന്താ പറയേണ്ടത്? അപ്പോൾ ദിസ് ഇസ് എ ആപ്പിൾ. ആപ്പിൾ ഈസ് റെഡ് ഇൻ കളർ. ഇഫ് യു കട്ട് മീ ഐ ആം വൈറ്റ് ഇൻസൈഡ് ആൻഡ് റെഡ് ഔട്ട്സൈഡ്. നിങ്ങൾ ആപ്പിൾ കട്ട് ചെയ്താൽ ആപ്പിളിൻ്റെ കളർ എന്താണ്? ഇറ്റ് ഈസ് വൈറ്റ് ഇൻസൈഡ്. ഉള്ളിൽ വൈറ്റ് ആയിട്ടുണ്ടാവും, പുറത്ത് റെഡ് കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് വൈറ്റ് ഇൻസൈഡ് ആൻഡ് റെഡ് കളർ ഔട്ട്സൈഡ്. ഐ ആം എ ജ്യൂസി ഫ്രൂട്ട്. നല്ല ജ്യൂസ് ഉണ്ടാവും. നമ്മൾ ആപ്പിൾ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്നത് നല്ല ആപ്പിൾ ഈസ് എ ജ്യൂസി ഫ്രൂട്ട്. ആപ്പിൾ ഈസ് എ ഹെൽത്തി ഫ്രൂട്ട്. അത് നല്ല ഹെൽത്തിയാണ്. നമ്മൾ ആപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആവും. അപ്പോൾ ആപ്പിൾ ഈസ് എ ഹെൽത്തി ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ നമ്മൾ കാണിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ ആപ്പിളെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്? അപ്പോൾ അത് ഞാനത് പറയുമ്പോൾ നിങ്ങളും അതേപോലെ റിപ്പീറ്റ് ചെയ്യാം. എവ്രിബഡി എൻ്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഐ എം ഗോയിങ് ടു സേ സം ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് ദ ആപ്പിൾ. ആപ്പിൾ പറ്റിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാം നമുക്ക് നോക്കാം. ഞാൻ പറയും, നിങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യണം. ദിസ് ഇസ് എൻ ആപ്പിൾ. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ആപ്പിൾ. ഐ ആം റെഡ് ഇൻ കളർ. ഇഫ് യു കട്ട് മീ ഐ ആം white inside and red color outside. I am a juicy fruit. Apple is a juicy fruit. Apple is healthy fruit. ആപ്പിൾ ഭയങ്കര ഹെൽത്തിയാണ്. അതുകൊണ്ട് ആപ്പിൾ നമ്മൾ ഡെയിലി കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ആപ്പിൾ ഇസ് എ ഹെൽത്തി ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ആപ്പിൾ നമ്മൾ ഒരു ആപ്പിൾ നമ്മൾ എടുത്തിട്ട് നമുക്ക് ആപ്പിളെ പറ്റി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ നമ്മൾ ഓരോരോ ഫ്രൂട്ടിനെ പറ്റിയിട്ട് ആ ഫ്രൂട്ട് ഏത് ഷേപ്പാണ്, ആ ഫ്രൂട്ട് ഏത് കളറാണ്, അത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും, അതൊക്കെ ഒരു ഫ്രൂട്ടിനെ പറ്റി പറയാനാണ്. ഇംഗ്ലീഷിൽ അത് എങ്ങനെയാണ് പറയാമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആപ്പിളിനെ പറ്റി കണ്ടു. നെക്സ്റ്റ് ഫ്രൂട്ട് ഇറ്റ്സ് എ ബനാന. ബനാന ഇസ് എ fruit. It is yellow in color. Banana is a long fruit. It is yellow in color outside, white color inside. If you peel me you can eat me. നമ്മൾ ബനാന എങ്ങനെയാണ് കഴിക്കുന്നത്? അത് പീൽ ചെയ്യും. അതിൻ്റെ പുറത്തുള്ള സ്കിന്നിനെ പീൽ ചെയ്തിട്ട് തോല് പൊളിച്ചിട്ടാണല്ലോ പഴം കഴിക്കുന്നത്. അപ്പം നമ്മളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? We have to peel the skin and eat it. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. ഒരു ബനാന കാണുമ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ്സ് സീ ഇറ്റ്. റിപ്പീറ്റ് വിത്ത് മീ. ദിസ് ഇസ് എ ബനാന. ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ ഔട്ട്സൈഡ്, വൈറ്റ് ഇൻ കളർ ഇൻസൈഡ്. We have to peel the skin
and eat it. നമ്മൾ ബനാന കഴിക്കുമ്പോൾ പീൽഡ് സ്കിൻ ഉണ്ടാവും, തോലുണ്ടാവും. അതിനെയാണ് നമ്മൾ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ വി ഹാവ് ടു പീൽ ദ സ്കിൻ ആൻഡ് ഈറ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ ആപ്പിളിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പഠിച്ചു. എങ്ങനെയാണ് ആപ്പിളിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ പഠിച്ചു. അതേപോലെ ബനാനയെ പറ്റി നമ്മൾ പറയാൻ പഠിച്ചു. നെക്സ്റ്റ് ഫ്രൂട്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായ വാട്ടർമെലൺ ഫ്രൂട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ഇറ്റ് ഈസ് എ ബിഗ് റൗണ്ട് ഫ്രൂട്ട്. അപ്പോൾ അത് നമ്മൾ വാട്ടർമെലൺ പറ്റിയിട്ട് നമുക്ക് 2-3 സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം നമുക്ക് നോക്കാം. ദിസ് ഈസ് എ വാട്ടർമെലൺ. ഇറ്റ് ഈസ് എ ബിഗ് ഫ്രൂട്ട്. ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. വാട്ടർമെലൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. ഇഫ് യു കട്ട് മീ ഐ ആം റെഡ് ഇൻസൈഡ്. നിങ്ങൾ ആ വാട്ടർമെലനെ കട്ട് ചെയ്താൽ ഉള്ളിൽ കളർ എന്താണ്? ഇഫ് യു കട്ട് മീ ഐ ആം റെഡ് ഇൻസൈഡ് ആൻഡ് ഗ്രീൻ കളർ ഔട്ട്സൈഡ്. നമ്മൾ വാട്ടർമെലനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് സീഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പറയുക വാട്ടർമെലൺ ഹാസ് ഗോട്ട് സ്മോൾ ബ്ലാക്ക് കളർ സീഡ്സ് ഇൻസൈഡ്. ഇറ്റ് ഈസ് എ ജ്യൂസി ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ വാട്ടർമെലനെ പറ്റിയിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇത്രയും സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ബ്യൂട്ടിഫുള്ളായിട്ട് പറയാം. അപ്പം നമ്മളത് ഒന്നും കൂടി ഞാൻ പറയാം. യു ക്യാൻ റിപ്പീറ്റ് വിത്ത് മീ. അപ്പോൾ ദിസ് ഈസ് എ വാട്ടർമെലൺ. ഇറ്റ് ഈസ് എ ബിഗ് ഫ്രൂട്ട്. ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. ഇഫ് യു കട്ട് മീ ഐ ആം red inside and green color outside. Watermelon has got small black seeds. I am a juicy fruit. എന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മളതെങ്ങനെയാണ് പറയുക? ഐ ആം എ ജ്യൂസി ഫ്രൂട്ട്. നല്ല ജ്യൂസ് ഉണ്ടാവും വാട്ടർമെലൻ. സോ നമ്മൾ പറയുന്നത് ഐ ആം എ ജ്യൂസി ഫ്രൂട്ട്. അപ്പോൾ വാട്ടർമെലനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചു. നെക്സ്റ്റ് വി വിൽ സീ ഓറഞ്ച്. ഓറഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. ഇറ്റ് ഈസ് എ സ്മോൾ ഫ്രൂട്ട് അല്ലേ? വാട്ടർമെലൻ നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് എ ബിഗ് ഫ്രൂട്ട്. ഓറഞ്ച് സ്മോൾ ഫ്രൂട്ടാണ്. അപ്പോൾ ദിസ് ഈസ് an orange. It is orange in color inside, orange in color outside. ഓറഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, ഉള്ളിലും ഓറഞ്ച് കളറായിട്ടുണ്ടാവും, പുറത്തും ഓറഞ്ച് കളറായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ദിസ് ഈസ് an orange. It is orange inside and outside also it is orange in color. It is a small fruit. It's a very tasty fruit and it is a healthy fruit. അപ്പം we have vitamin C in orange. It's a healthy fruit. എല്ലാവർക്കും ഓറഞ്ച് ഇഷ്ടമാണ്. അപ്പോൾ നല്ല ജ്യൂസ് ഉണ്ടാക്കി കുടിക്കും. അപ്പം നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ ജ്യൂസി ഫ്രൂട്ട്. ഓറഞ്ച് ഇസ് എ ജ്യൂസി ഫ്രൂട്ട്. അപ്പം ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം. ദിസ് ഈസ് ഓറഞ്ച്. Orange is a small fruit. It is round in shape. If you cut me, I am orange inside and I am orange outside. I am round in shape. അപ്പം നമ്മൾ ഓരോരോ ഫ്രൂട്ടിനെ പറ്റിയിട്ടും അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ കളർ കട്ട് ചെയ്താൽ അതിൻ്റെ കളർ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അപ്പോൾ അതെങ്ങനെ ഹെൽത്തി ഫ്രൂട്ടാണോ ജ്യൂസി ഫ്രൂട്ടാണോ ചെറിയ ഫ്രൂട്ടാണോ വലിയ ഫ്രൂട്ടാണോ, അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് ഓരോരോ ഫ്രൂട്ട്സിനും നമ്മൾ ഇങ്ങനെ പറയാൻ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഓരോരോ ഫ്രൂട്ടിൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ നമ്മളത് വി ആർ ജസ്റ്റ് ലേണിംഗ് ടു സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. സോ വി ആർ ജസ്റ്റ് ലേണിംഗ് ടു സേ ഈച്ച് ഫ്രൂട്ട്. നമ്മൾ ആപ്പിളിനെ കണ്ടു, ബനാന, വാട്ടർമെലൺ ആൻഡ് ഓറഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് 4 ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങളും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പറയാം. സോ യു ഓൾസോ വിൽ ലേൺ ഹൗ ടു സേ അബൌട്ട് ദ ഫ്രൂട്ട്. നമ്മൾ ആപ്പിളിനെ പറ്റി എങ്ങനെയാണ് പറയാം. അപ്പം ഞാൻ ഒന്നും കൂടി ഇംഗ്ലീഷിൽ പറയാം. യു ഓൾ നന്നായി ശ്രദ്ധിക്കുക. സിമ്പിളായിട്ട് ഞാൻ ഓരോരോ ഫ്രൂട്ടിനെ പറ്റിയിട്ട് 3-4 സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാം ഞാൻ ഒന്നും കൂടി പറയാം. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. This is an apple. Apple is red in color.
If you cut me, I am white inside and red color outside. I am a healthy fruit. അപ്പോൾ നമ്മൾ ആപ്പിളിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബനാന. This is a banana. It is yellow in color outside, white in color inside. It's a long fruit. We have to peel the skin and eat it. നമ്മൾ സ്കിൻ പൊളിച്ചിട്ടാണ് കഴിക്കുന്നത്. We have to peel the skin and eat it. അപ്പോൾ നമ്മൾ ബനാനയെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് we will see watermelon. വാട്ടർമെലനെ പറ്റിയിട്ട് എന്തൊക്കെ പറയാനുണ്ട്? This is an watermelon. It is a big fruit. It is round in shape. This fruit is red color inside, green color outside. Watermelon has small black seeds in it. It's a yummy and juicy fruit. അപ്പോൾ വാട്ടർമെലൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ജ്യൂസി ഫ്രൂട്ടാണ്. അത് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് യമ്മി ആൻഡ് ജ്യൂസി ഫ്രൂട്ട്. ഓക്കെ, നമ്മൾ വാട്ടർമെലനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓറഞ്ചിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? ഓറഞ്ച് ഈസ് എ സ്മോൾ ഫ്രൂട്ട്. ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. ഇറ്റ് ഈസ് ഓറഞ്ച് കളർ ഇൻസൈഡ്, ഓറഞ്ച് കളർ ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് എ ഹെൽത്തി ആൻഡ് ജ്യൂസി ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഓരോരോ ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് നമ്മൾ ഒരു 4-5 സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ പറയാൻ പഠിക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കും ഓരോരോ ഫ്രൂട്ടിനെ പറ്റിയിട്ട് നന്നായിട്ട് പറയാൻ പഠിക്കും. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ. താങ്ക് യു.